ആര്യ, ഈ തൃപ്പൂണിത്തുറ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് മജിസ്ട്രേറ്റിൽ അന്വേഷണം ആരംഭിക്കുന്നതായിരിക്കും. സബ് കളക്ടർ കെ മേരിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിക്കുന്നത്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് തൃപ്പൂണിത്തുറ നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഇതിന് പ്രകാരം 267 കെട്ടിടങ്ങൾക്കാണ് കേടുപാട് സംഭവിച്ചത്. നാല് വീടുകൾക്ക് ബലക്ഷയവും അതുപോലെ തന്നെ 12 വീടുകൾക്കും സ്ഫോടനത്തിൽ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 16 പേർക്കാണ് പരിക്ക് പറ്റിയത്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇതിൽ 3 പേരും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയാണ്. ഒരാളെ ഇന്നലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും പരിശോധിക്കുന്നത് ഈ സ്ഫോടനത്തിന് കാരണമായ തീപ്പൊരി എങ്ങനെ വന്നു എന്നതിലാണ്. നിരവധി വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതായത് സിഗരറ്റ് കുറ്റിയിൽ നിന്ന് തീ വന്നതാവാം എന്ന് ഒരു നിഗമനമുണ്ട്. അതുപോലെ തന്നെ ഈ സംഭവ സ്ഥലത്ത് നിലത്ത് വീണ് കിടക്കുന്ന ഇലക്ട്രിക് ലൈനിൽ ഷോക്ക് മൂലം ഈ സ്ഫോടകത്തിൻ്റെ പൗഡർ തെറിച്ച് അങ്ങനെ തീപ്പൊരി ഉണ്ടായി എന്നാണ് വാർത്തകളുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോസീവ് വിദഗ്ധരുടെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ കൂടുതൽ പ്രതികരിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഈ സ്ഫോടനത്തിൽ നിരോധിത രാസവസ്തുവായ പൊട്ടാസ്യം ക്ലോറൈഡിൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ള കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, സാധാരണ വെടിക്കെട്ടിൽ വെളിച്ചവും അതുപോലെ തന്നെ ശബ്ദവും കൂട്ടുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന നിരോധിത രാസവസ്തുവാണ് ഈ പൊട്ടാസ്യം ക്ലോറൈഡ്. ഇത് ഈ സ്ഫോടനത്തിൽ ഇതിൽ ഉണ്ടോ എന്നുകൂടി കാര്യം കൂടി എക്സ്പ്ലോസീവ് വിദഗ്ധർ പരിശോധിക്കുന്നുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം ജാമ്യമില്ല കേസ് നിലവിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ 4 പേരാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായിരിക്കുന്നത്. അതായത് 2 കരയോഗം ഭാരവാഹികളും 2 കരാർ ജീവനക്കാരുമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കരാറുകാരൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ്, തിരുവനന്തപുരം ബേസ് ചെയ്തുള്ളവരാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് പോത്തൻകോട് പോലീസ് ഈ തിരുവനന്തപുരത്തെ പടക്ക സംഭരണശാലയിൽ റെയ്ഡ് നടത്തുകയും ഈ 4ാം പ്രതിയായ ആദർശിൻ്റെ അനിയൻ അഖിലിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അതായത് ഈ കെട്ടിടം വാടകയ്ക്ക് എടുത്തത് അഖിലിൻ്റെ പേരിലാണ്. അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഫോടക സ്ഥലത്ത് ഇപ്പോൾ ക്ലീനിങ് വർക്കുകളൊക്കെ പുരോഗമിക്കുകയാണ്. DYFIയുടെ യൂത്ത് ബ്രിഗേഡ് സജീവമായും രംഗത്തുണ്ട്. ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് 1/2 കിലോമീറ്ററിലടക്കം സ്ഫോടനത്തിൻ്റെ അവശിഷ്ടങ്ങൾ തെറിച്ച് വീണിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് ഇന്ന് കടന്നേക്കും. ശരി, തൃപ്പൂണിത്തുറയിലെ സ്ഫോടനത്തിൽ 267 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും 4 വീടുകൾക്ക് ബലക്ഷയമുണ്ടാവുകയും ചെയ്തതായുള്ള റിപ്പോർട്ട് പുറത്തുവന്നു. ചേതൻ സാജനാണ് വിശദാംശങ്ങൾ നൽകിയത്.